ഇതെത്ര നാളായി തുടങ്ങിയിട്ട്? അതൊരു 3-4 മാസമായി സർ. കാരണം? ഏട്ടനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യായിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരമ്മയ്ക്ക് കുഞ്ഞിന് ലിഫ്റ്റ് കൊടുത്തു. സിറ്റി വന്ന് അവരെ വണ്ടി നിറക്കി. ആ സമയത്ത് നിയന്ത്രണം വിട്ടു വന്ന ഒരു ടിപ്പർ ലോറി ആ അമ്മയുടെയും കുഞ്ഞിന്റെയും ദേഹത്തൂടെ അതിനുശേഷം മുറിയിൽ ഒരേ ഇരിപ്പായിരുന്നു. ഇവിടെ ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് കുഴപ്പമില്ല സർ. ഓക്കെ, അഡ്മിഷൻ ഫീസും അഡ്വാൻസും ഒക്കെ ചേർത്ത് ഒരു 2 lakhs ആദ്യം പേയ്മെന്റ് അടയ്ക്കണം. ബാക്കിയുള്ള പിന്നീട് പറയാം. ഓക്കെ സർ. ഏകദേശം എത്ര നാൾ വേണ്ടിവരുമെന്നാ ഡോക്ടർ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾക്ക് അതനുസരിച്ച് ഞങ്ങളുടെ ലീവ് അറേഞ്ച് ചെയ്യാനാ. ഓ, ഇവിടെ പേഷ്യൻസ് മാത്രമേ പറ്റൂ. സഹായത്തിന് ആരും ഇവിടെ ആവശ്യമില്ല. അനാവശ്യമായി നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഓക്കെ സർ. എനിവേ ഞങ്ങൾക്ക് സാറിന്റെ ചികിത്സ കിട്ടിയേ പറ്റൂ. എങ്കിൽ നിങ്ങൾ റിസപ്ഷനിലേക്ക് ചെന്നോളൂ. പേയ്മെന്റ് അടച്ച ശേഷം നമുക്ക് കാണാം. ഓക്കെ. അല്ല സർ, ഏട്ടൻ പൊതുവെ സൗകര്യങ്ങളിൽ ജീവിച്ചിരുന്ന ഒരാളാ. അത്തരം കാര്യങ്ങൾ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാറില്ല. അല്ല, ഞങ്ങള് റൂം ഒന്ന് കണ്ടിട്ട് കൺഫേം ചെയ്താൽ. ഇവിടെ വന്നിരിക്കുന്നത് സുഖചികിത്സക്കല്ല സർ, പ്ലീസ്. ഓക്കെ, ഇവർക്ക് റൂം ഒന്ന് കാണിച്ചു. ശരി സർ. അതെ, വരൂ. താങ്ക് യു സർ. ഓക്കെ, ബൈ. ഡോക്ടർ ബൈ ഏട്ടാ.